ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ പ്രൈമില് ഇന്നലെ ഒരു സിനിമ റിലീസായിട്ടുണ്ട്. അതായത് പാരഡൈസ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം മുന്നേ ആയിരിക്കും ഈ സിനിമ തിയേറ്ററിക്കൽ റിലീസായിട്ട് വന്നത്. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ വേണ്ട രീതിയിലുള്ള എന്താ പറയാ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നോ എന്നൊന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്നേ പറയാൻ പറ്റൂ. കാരണം ഈ സിനിമ മെയിൻലി ഒരു കൈൻഡ് ഓഫ് ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് സിനിമയാണെന്ന് നമുക്ക് ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഈ സിനിമയുടെ റൺ ടൈം തന്നെ 1 മണിക്കൂർ 34 മിനിറ്റേ ഉള്ളൂ. മെയിൻ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഷൻ മാത്യൂസും ദർശനയാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്കറിയുന്ന മലയാളി താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ സംഭവത്തിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കാർ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയിലേക്ക് പോവാണ്. അപ്പൊ അവിടെ വെച്ച് നടക്കുന്ന ഒരു ഇൻസിഡന്റിന്റെ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ഈ ഒരു സിനിമ സംഭവിക്കുന്നത്. അതായത് ശ്രീലങ്കയിൽ കുറച്ച് കാലം മുമ്പുണ്ടായ പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള റയറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ ഒരു സമയം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ ഇതിലോട്ടേക്ക് ഇന്റിഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറി മുന്നിലോട്ടേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സ്ലോ മൂവിങ് ആയിട്ടുള്ള ക്ലാസി ആയിട്ടുള്ള സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടവും സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തന്നെയാണ് ഈ സിനിമ മുഴുവനായി കണ്ടപ്പോൾ തോന്നിയത്. അതായത് ഒരു ക്ലാസി വർക്ക്, ഒരു ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് എന്താ പറയണ്ട, ഒരു ക്വാളിറ്റി തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് രാജീവ് രവിയാണെന്ന്. നമുക്കറിയാം, കമ്മട്ടിപ്പാടം പോലുള്ള സിനിമയുടെ ഒക്കെ ഡയറക്ടർ, ഏറ്റവും അവസാനം വന്ന തുറമുഖത്തിന്റെ ഡയറക്ടർ. അപ്പൊ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രഗണ്യനായിരിക്കുന്നത് സിനിമാറ്റോഗ്രാഫിയിലാണ്. ഈ കമ്മട്ടിപ്പാടൊക്കെ ഡയറക്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്കറിയാം ഇന്ത്യ മുഴുവൻ വെൽ നോൺ ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു പുള്ളി എന്നുള്ള കാര്യം. അപ്പൊ പുള്ളിയുടെ ആ ഒരു സിനിമാറ്റോഗ്രാഫിയും സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പൊ ആ ഒരു സംഭവമൊക്കെ നമുക്ക് ഇതില് മുഴുവനായിട്ട് കാണാൻ പറ്റും. അതായത് ശ്രീലങ്കയുടെ ഒരു ലാൻഡ്സ്കേപ്പും ഓരോ സീൻസിന്റെ ഒരു എന്താ പറയാ ഒരു ഇന്റൻസിറ്റി ഒക്കെ ആ ഒരു ഷോർട്സിൽ തെളിയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ടേഴ്സിന്റെ ബ്രില്യൻ പെർഫോമൻസ്, റോഷൻ ആയിക്കോട്ടെ ദർശൻ ആയിക്കോട്ടെ, ഇവരൊക്കെ അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീലങ്കയിലുള്ള അവരുടെ കാസ്റ്റ് ആയിട്ടുള്ള പോലീസുകാര്, പിന്നെ അതിൽ വന്നിട്ടുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റ് കാര്യങ്ങളൊക്കെ ശ്രീലങ്കൻസ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാവരും വണ്ടർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ വളരെ കുറച്ച് ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബേസിക്കലി ഡയലോഗ്സ് ഒക്കെ ഉള്ള ആൾക്കാർ, മെയിൻ ആയിട്ട് കുറച്ച് ഡയലോഗ്സ് ഉള്ളു. അതായത് ഇവർ എത്തിച്ചെല്ലുന്ന റിസോർട്ടിലുള്ള കഥാപാത്രങ്ങൾ, പിന്നെ ഇവരെ ഡ്രൈവറായിട്ട് നിൽക്കുന്ന വ്യക്തി, പിന്നെ ഓഫീസിലെ കഥാപാത്രങ്ങൾ, ഇവരാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു സിനിമ കൊണ്ടുപോകുന്നത്. ഇത്ര കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടായിട്ട് വരെ ആ ഒരു കഥ, ആ ഒരു വിഷമം, ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ്, ലാസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷൻ, ഒരു സാഡ്നെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ. കാരണം അതിന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇതാണ്, ഡിപ്രസിങ് സംഭവമാണ് അവസാനം നടക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലും എന്തോ ഒരു വിഷമം കൊള്ളിക്കാൻ ഈ ഒരു സംഭവത്തിന് പറ്റിയിട്ടുണ്ട്. ഡയറക്ടറിന്റെ വർക്ക് അത്രയും കിടുവായിട്ടുണ്ട്. ആ രീതിയിലാണ് സംഭവം എടുത്തു വെച്ചിരിക്കുന്നത്. ഒരുപാട് ഫെസ്റ്റിവൽസിനൊക്കെ അയച്ചിട്ടുള്ള സിനിമയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, കുറെ അവാർഡ്സും റെക്കഗ്നീഷൻസ് ഒക്കെ ഈ ഒരു സംഭവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസിയർ ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, കുറച്ച് സ്ലോ ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ കൈൻഡ് ഓഫ് സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ഗുഡ് വാച്ച് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാണേണ്ട ഒരു ആമസോൺ പ്രൈമിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. അവിടെ പടമുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടതിനെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. Until then, take care and bye bye.